ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇത് മാത്രം മതി. ഒരു പീസ് കഴിച്ചാൽ വയറ് നിറയും. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം. എന്നാൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? വാ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഓട്സ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തള്ളുന്നതൊന്നും അല്ല കേട്ടോ. ഇത് ഒരു പീസ് കഴിച്ചാൽ മതി, വയറ് നിറയും, ഹെൽത്ത് ആണ് കേട്ടോ. അപ്പോൾ ഡയറ്റൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് അറിയാതെങ്കിലും ചിലപ്പോൾ അബദ്ധത്തിൽ നമ്മുടെ മുട്ടത്തോടൊന്ന് അതിലേട്ട് വീഴും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയം നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്താലൊന്നും അത് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇതുപോലെ ചെയ്താൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ വിരലൊന്ന് ആ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ആ മുട്ടയ്ക്കകത്തോട്ട് കൈയിട്ടെടുക്കുക. കറക്റ്റായിട്ട് ആ മുട്ടത്തോട് നമ്മുടെ കയ്യിൽ പറ്റി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ മുളകും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സാക്കിയ മുട്ടയിലേക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കലക്കി മിക്സാക്കി വെച്ചിരുന്നതായ ഓട്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു 1/4 ഭാഗം സവാള, വലിയ സവാളയാണ് കേട്ടോ ചോപ്പ് ചെയ്തത്, ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം, ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് പോയാൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ, ഞാൻ ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോൾ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു ഭാഗം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിടാനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക് പാനൊന്ന് തിരിച്ചെടുക്കാം. ഇനി ഈ പാനിലേക്ക് പതുക്കെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ പാകം കൂടെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ട് വശവും നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, ടേസ്റ്റാണ്, ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. രാവിലെ ആയാലും രാത്രി ആയാലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തരാം കേട്ടോ, മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്.